ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. കാരണം ഞാൻ പ്രഗ്നൻസി ജേണിയോട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു പ്രോസസ്സ് എനിക്ക്. സോ നമ്മൾ വീഡിയോ ഒക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു, കാരണം ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പം വീണ്ടും വീഡിയോ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ജർമ്മനിയിലേക്ക് എങ്ങനെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ പാർസൽ ചെയ്ത് അയക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയെ പറ്റി പറയാൻ പോകുന്നത്. ഇതിലൂടെ അയക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്നുള്ള കാര്യം. പിന്നെ ഏകദേശം എത്ര എമൗണ്ട് ആവും നമുക്ക് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പാർസലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് ജർമ്മനിയിലേക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ സാധനങ്ങൾ അയക്കാം എന്നുള്ള കാര്യം ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് ജർമ്മനി ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ അനിയത്തി ഇപ്പോൾ അവിടെ നിന്നാണ് സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു പ്രൊസീജിയറെ കറക്റ്റായിട്ട് അറിയുള്ളൂ. ബാക്കിയുള്ള കൺട്രീസിൽ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ബേസിക്കലി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പോസ്റ്റലായിട്ട് അയക്കാം, പിന്നെ അതുകൂടാതെ പ്രൈവറ്റായിട്ടും അയക്കാവുന്നതാണ്. പക്ഷേ പ്രൈവറ്റിൽ കുറച്ച് എമൗണ്ട് നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. പോസ്റ്റിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു കൺവീനിയൻ്റ് ആയിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് പോസ്റ്റൽ വഴി അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റൽ വഴി സാധനങ്ങൾ പാർസൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് നോർമൽ ഡെലിവറി ഉണ്ട്, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രസ് ഡെലിവറി ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തത് സ്പീഡ് പോസ്റ്റ് ആയിരുന്നു. വലിയ ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല. ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയൊരു വ്യത്യാസം തോന്നില്ല. നമ്മളൊരു സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. ഒരു 14 days ആണ് അവർ ആ ഡേറ്റ് പറയുന്നത്. 14 days കൊണ്ട് അവരടുത്ത് എത്തുന്നതാണ് പറയുന്നത്. നമുക്ക് അയച്ചിട്ടേ ഉള്ളൂ, സാധനങ്ങൾ എത്തിയിട്ടില്ല. സോ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വൈറ്റ് കളേഴ്സുള്ള സാധനങ്ങളൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല. അതായത് വൈറ്റ് കളേഴ്സുള്ള ഈ പൊടികൾ, നമ്മളെ പുട്ടുപ്പൊടി, പത്തിരിപ്പൊടി, പഞ്ചസാര, ലൈക്ക് വൈറ്റ് കളർ വരുന്നത് എന്താണോ അതൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല. വൈറ്റ് കളറുള്ള സാധനങ്ങൾ പ്രൊഹിബിറ്റഡ് ആണ്. ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം അതാണ്. സെക്കൻഡ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലിക്വിഡ് ഐറ്റംസ് ഒന്നും പറ്റില്ല. ലിക്വിഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ നമ്മൾ അയക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ സെമി ലിക്വിഡ് ആണെങ്കിൽ പോലും അതും അയക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ശർക്കര നമുക്ക് വേണമെങ്കിൽ കൊടുത്തു വിടാം നമ്മൾ വിചാരിക്കും. പക്ഷേ അവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ 14 days എടുക്കുമ്പോഴത്തേക്കും അതും ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. അപ്പം അതും നമ്മളെ പ്രൊഹിബിറ്റ് ആണ്. നമുക്ക് ശർക്കര അങ്ങനെ ഉരുകുന്ന കാര്യങ്ങൾ അതും നമുക്ക് ഈ ലിക്വിഡ് ഐറ്റംസ് പോലെ തന്നെ അതും നമുക്ക് പറ്റില്ല. അതേപോലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സീഡ് ആയിട്ടുള്ള ഐറ്റം അല്ലേ, സീഡ്സ് വരുന്നത്. അതായത് ഏലക്ക, ജീരകം, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സീഡ്സ് ഉണ്ടാവുമല്ലോ. അതേപോലെ ചുവന്ന മുളക്, നമ്മൾ വറവിനൊക്കെ ഇടുന്ന ചുവന്ന മുളക്, അതൊന്നും പറ്റില്ല. പിന്നെ പുളി, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ കുരു ഉണ്ടല്ലോ, അതായത് ഉള്ളിൽ കുരുള്ള സാധനങ്ങൾ, അല്ല സീഡ്സ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അയക്കാൻ പറ്റില്ല. അടുത്തത് നമുക്ക് അയക്കാൻ പറ്റാത്തൊരു സാധനമാണ് തേങ്ങേൻ്റെ ഐറ്റംസ് ഉള്ളത്. ഒരു സാധനം നമുക്ക് അയക്കാൻ പറ്റില്ല. ജർമ്മനിയിലേക്കാണ്, ബാക്കിയുള്ള കൺട്രീസിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ തേങ്ങേൻ്റെ സാധനങ്ങൾ അയക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇലകളില്ലേ, നമ്മൾ കറി ലീവ്സ്, അല്ലെങ്കിൽ ആ കറി ലീവ്സ് നമ്മൾ ഉണക്കിയൊക്കെ എടുക്കുമല്ലോ, നമുക്ക് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. നമുക്ക് അവിടെ കൊണ്ടുപോയി കുറച്ച് കാലം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് കറി ലീവ്സ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം അത് പോയിട്ട് തിരിച്ചു വരും എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, അവരത് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന കേസുകളുണ്ട്. വേണമെങ്കിൽ നമ്മുടെ റിസ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ നമ്മുടെ റിസ്കിൽ വെച്ച് നമ്മൾ ഈ സാധനം അയച്ചാൽ അവർ പകുതി വഴിയിൽ നിന്ന് നമുക്ക് തിരിച്ചയച്ചാൽ നമ്മുടെ ക്യാഷും പോകും, നമ്മൾ അയച്ച ക്യാഷും പോകും, നമ്മളെ ആൾക്കാർക്ക് ആ സാധനങ്ങൾ എത്തുമില്ല. അതേപോലെ തന്നെയാണ് ഈ വൈറ്റ് കളർ സാധനങ്ങൾ, നമ്മൾ ലിക്വിഡ് ഐറ്റംസ് അല്ലെങ്കിൽ സീഡ്സ് നമുക്ക് അവർ ഒഴിവാക്കണം. മെയിൻ കാരണം ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് തോന്നുന്നുണ്ട്. കാരണം അത് നമ്മൾ ഇവിടെ നിന്ന് അയച്ചാലും തിരിച്ച് വരും എന്നാണ് അവർ പറയുന്നത്. തിരിച്ച് വന്നാൽ പിന്നെ നമുക്ക് മെയിൻ ഉദ്ദേശം നമ്മുടെ അയക്കുന്ന സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് എത്തുക എന്നുള്ളതാണല്ലോ.
അപ്പം അത് എത്തില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല വെച്ചിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ അയക്കുന്ന ലിസ്റ്റ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ടുള്ളത് ഇതൊക്കെയാണ്. നമ്മൾ പാർസൽ അയച്ചിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് ഹെഡ് ഓഫീസിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നടന്ന പ്രൊസീജിയറാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധനങ്ങളൊന്നും പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സാധനം വാങ്ങിയിട്ട് നമ്മളവിടെ ഡയറക്റ്റായിട്ട് എത്തിയാൽ നമുക്ക് അവിടെ പാക്ക് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കുന്നതാണ്. അവരാണ് ഒക്കെ ഡബിൾ ചെക്ക് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. സോ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തിൻ്റെ മുന്നേറ്റ് നമുക്കൊരു ഫോം കിട്ടാനുണ്ട്. അവിടെ ഫോമിൽ കറക്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് സീരിയൽ നമ്പർ വരും, പിന്നെ ഒരു HSN നമ്പർ ഉണ്ടാവും. HSN നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ അവർ പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതിനൊരു പ്രത്യേക കോഡ് ഉണ്ടാവും. ഓരോന്നിനും ഓരോ കോഡ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് എത്ര റുപ്പീസ് ഉണ്ട്, അത് എത്ര വെയിറ്റ് ആണ്, ഇത്രയും സാധനങ്ങൾ എഴുതി നമ്മൾ പേരും സൈനൊക്കെ ഇട്ട് കൊടുക്കണം. ഇതാണ് മെയിൻ ഒരു പ്രോസസ്സ് അവിടെ വരുന്നത്. ആക്ച്വലി അതൊരു ഡിക്ലറേഷൻ ഫോമാണ്. ഞാൻ ആ ഫോം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് അവരുടെ ഡിക്ലറേഷൻ ഫോമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ എല്ലാ സാധനങ്ങളും എഴുതാനുള്ളൊരു കോളമുണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സും പേരും സൈനും ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ അവർക്കാണ് റിസീവ് ചെയ്യേണ്ടത് അവരുടെ പേരും സിപ്പ് കോഡ് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഇത് കൂടാതെ മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനം എന്താ വെച്ചാൽ ആധാർ കാർഡാണ്. ആധാർ കാർഡിൻ്റെ 2 കോപ്പി നമ്മൾ എടുത്ത് കയ്യിൽ വെക്കേണ്ടതുണ്ട്. ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കറക്റ്റ് നീറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ HSN കോഡ് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളത്. ഓരോ ഐറ്റത്തിനും നമ്മളിപ്പോൾ ഒരു നൈറ്റ് ഡ്രസ്സ് അയക്കുന്നുണ്ട്, ആ നൈറ്റ് ഡ്രസ്സിന് ഒരു HSN കോഡ് ഉണ്ടാവും. പിന്നെ നമ്മളൊരു പൈജാമ അയക്കുന്നുണ്ട്, അതിന് ഡിഫറെൻറ്റ് HSN കോഡ് ഉണ്ടാവും. പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് കോഡ് ഉണ്ടാവും. അതേപോലെ നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസ് അയക്കുന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ഐറ്റംസ് മൊത്തം ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടെയ്നർ കൂടെ നമ്മൾ കൊണ്ടുപോകണം. ആ കണ്ടെയ്നറിൽ ഫുൾ ബേക്കറി ഐറ്റംസ് ഇട്ട് സീൽ ചെയ്തതിന് ശേഷമാണ് മറ്റ് സാധനങ്ങൾക്കൊപ്പം വെക്കുക. ഇല്ലെങ്കിൽ അവർ അത് പറയുന്നത് എന്താ പറയുക, ബേക്കറി ഐറ്റംസ് ആണല്ലോ, അതിലുള്ള എല്ലാം കൂടെ ലീക്ക് ആവാനുള്ള ചാൻസ് അവർ കാണുന്നുണ്ട്. അപ്പം അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് നമ്മളത് അയക്കേണ്ടത്. അപ്പോൾ ഒരു കണ്ടെയ്നറും കൂടെ നമ്മൾ കയ്യിൽ വെച്ചാൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് ചെയ്ത് തീർക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വഴിയൊക്കെ നമ്മൾ ഓടേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് നമ്മളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫില്ല് ചെയ്ത ഫോം ഉണ്ടാവുമല്ലോ, ഈ ഫില്ല് ചെയ്ത ഫോം നമ്മൾ സൈൻ ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഇതിൻ്റെയും ഒരു 3 കോപ്പി നമ്മൾ എടുത്ത് വെക്കണം. 2 അവർക്ക് വേണം, 1 നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാം. കാരണം സാധനങ്ങൾ കിട്ടിയാൽ റീചെക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ഒരു 3 കോപ്പി അതും 2 കോപ്പി ആധാർ കാർഡിൻ്റെ, ആരാണോ അയക്കുന്നത് അയാളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി കയ്യിൽ വേണ്ടതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എത്ര എമൗണ്ട് ആവും എന്നുള്ളതാണ്. കാരണം ഇതാണല്ലോ ഒരു വലിയൊരു കൺസേൺ. എത്ര എമൗണ്ട് ആവും ഉള്ളത്, നമുക്ക് ഇവിടുന്ന് വാങ്ങി കൊടുക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് വാങ്ങുന്നതാണോ ലാഭം എന്നും കൂടെ നമുക്ക് നോക്കണ്ടേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് അപ് ടു 15 kgs അയക്കാൻ വേണ്ടിയിട്ട് ഒരു 8,000 റുപ്പീസൊക്കെ നമുക്ക് ആവുള്ളൂ. ഇന്ത്യൻ റുപ്പീസ് ഒരു 8,000 റുപ്പീസൊക്കെ ആവുള്ളൂ. സോ കുറച്ച് അഫോർഡബിൾ ആണെന്നാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ പ്രൈവറ്റിൽ അന്വേഷിച്ചപ്പോൾ ഒരു 12,000 ഒക്കെ വരുന്നുണ്ട്. 10 kgs അപ് ടു 10 kgക്ക് ഒരു 12,000 ഒക്കെ വരുന്നുണ്ട്. പോസ്റ്റൽ വഴിയാകുമ്പോൾ ഒരു 15 kgക്ക് 8,000-ൻ്റെ അടുത്തേ വരുന്നുള്ളൂ. പിന്നെ ഇത്ര ചില കാര്യങ്ങൾ നമുക്ക് അയക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിക്കാമല്ലോ. അപ്പം പോസ്റ്റലൊക്കെ നല്ലൊരു ഓപ്ഷനാണെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കാരണം എല്ലാവരും പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ ജീവിതത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തായാലും സാധനങ്ങളുടെ ആവശ്യം എന്തായാലും വരും. അവർക്ക് പെട്ടെന്ന് നാട്ടിൽ വന്ന് പോകാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും പുറത്തൊക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു. ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജസ്റ്റ് 1 hour 2 hour ഉള്ളിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ
ഞാനും അമ്മയും കൂടെ പോയിട്ട് ഒരു 5 മണിക്കൂറാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മളവിടെ ഭയങ്കര റഷായിരിക്കും, മെൻ്റലി നമ്മൾ ഫിസിക്കലി ഒക്കെ ഡ്രെയിൻഡ് ഔട്ട് ആവുമായിരുന്നു ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളനുസരിച്ച് പ്രോസസ്സ് ഈസി ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.